പലതരം കോഴികളുണ്ട് എന്നാ പറയാം. ഞാൻ എൻ്റെ കണ്ടുപിടുത്തത്തിൽ 3-4 ടൈപ്പ് പറഞ്ഞുതരാം. ഒന്ന് ബിഗിനർ കോഴി. ഇവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അതുകൊണ്ട് ഏതാളെ കണ്ടാലും അപ്പം ക്രഷ് അടിക്കും. കാണാടൊക്കെ ഒരു ക്രഷ് വന്ന പ്രത്യേകതരം കോഴികളത്. എന്ന് ഡയറക്റ്റ് ചോദിക്കുകയും ചെയ്യും. എക്സ്പ്രസീവ് ആണ്, പെട്ടെന്ന് മനസ്സിലാവും ഇത് കോഴിയാന്ന്. അധികം സമയം വേണ്ട. രണ്ടാമത്തത് പ്രൊഫഷണൽ കോഴി, അഡ്വാൻസ് ലെവലാണത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഡീസൻ്റ് ആയിരിക്കും, സംസാരം കുറേ മെച്യൂർഡ് ആയിരിക്കും. നമുക്ക് എന്ത് നല്ല മനുഷ്യനാന്നൊക്കെ തോന്നും. ഇവരുടെ പ്രത്യേകത ഒബ്സർവേഷനാണ്. ഇവർ നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. പറ്റിയ അവസരം കിട്ടിയാൽ ഇവരെ കോഴിത്തരം പുറത്തു വരും. മൂന്നാമത്തെ ലെജൻഡുകൾ. ഒരു പിടുത്തം കിട്ടില്ല ചെങ്ങായിനെ. കോഴിയാണോ എന്ന് ചോദിച്ചാൽ കോഴിയാണ്, പക്ഷെ മനസ്സിലാവാത്ത കോഴിയാണ്. എന്ത് നല്ല മനുഷ്യനായിരിക്കും എന്നറിയോ? ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും, നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം ഇയാളെ കോഴിത്തരം പുറത്തു വരുന്ന വിചാരിക്കും. വരൂല. അത് പിടിച്ചു വെക്കും ഈ ചെങ്ങായി. നമ്മൾ ചിന്തിച്ച് തീരുന്നിട്ട് ആ ചെങ്ങായി ചിന്തിച്ച് തുടങ്ങും. അങ്ങനത്തെ ടൈപ്പ് സാധനം. ഇതിന് പുറമെ പ്രത്യേകത 2 കോഴികളുണ്ട്. ഒന്ന് സഹായിക്കൽ കോഴി. ഒരു പെൺകുട്ടി ബൈക്കിൽ നിന്ന് വീണാൽ 10 പോണ്ട് അവിടെ ഓടി വരും. കാല് പൊക്കാൻ ഒരാൾ, കൈ പൊക്കാൻ ഒരാൾ, ചാടിയെടുക്കാൻ ഒരാൾ, വണ്ടി മാറ്റാൻ ഒരാൾ. അതൊരു ആൺകുട്ടി വീണാലോ ഒരു 5 എണ്ണം വരൂല. ബാക്കിയൊക്കെ കോഴികളാ. അത് സഹായിക്കൽ കോഴികൾ. ഇനി അതിന് പുറമെ ഞാൻ പ്രത്യേകം കണ്ടുപിടിച്ചാണ് ഡെഡിക്കേറ്റഡ് കോഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹായ് അയക്കും, എല്ലാ ഗുഡ് മോർണിംഗും എല്ലാ ഗുഡ് നൈറ്റും അയക്കും, എല്ലാ ഫോട്ടോക്കും ലൈക്ക് ചെയ്യും. ഇത് വർഷങ്ങളായിട്ട് ഒരു മുടക്കില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴികൾ. എന്ത് ഡെഡിക്കേഷൻ ആയിരിക്കും അവരുടേത്. അത് ഡെഡിക്കേറ്റഡ് കോഴി. ശ്രദ്ധിച്ചാൽ മതി, ഭയപ്പെടേണ്ട, ജാഗ്രത.